എന്നാലും ഇതെങ്ങനെ ഇത്രയും നാൾ എങ്ങനെ നിന്ന് 10-15 കൊല്ലമായെന്നും പറയുന്നു. നമ്മൾ വന്നത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മുട്ടൻ പണിയായി നമുക്ക് കിട്ടിയത്. വേസ്റ്റ് കപ്ലിംഗ് എങ്ങനെ മാറാം എന്ന് പറഞ്ഞൊക്കെ വന്നതാണ്. പക്ഷേ ഇത് വല്ലാത്തൊരു പണിയായിപ്പോയി. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ വേസ്റ്റ് കപ്ലിംഗ് ഒന്ന് മാറണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത് തന്നെ. അപ്പം ഇത് മൊത്തത്തിൽ ലൂസാണ്, അതായത് അത് ഫുൾ സെറ്റായിട്ട് ലൂസാണ്. അതുകൊണ്ട് അതിൻ്റെ സൈഡിൽ കൂടെ എല്ലാം ലീക്കാണ്. അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളൊരു ഇതേ അളവിനൊരു വേസ്റ്റ് കപ്ലിംഗ് മേടിച്ചിട്ട് ഇതാണ് ഇതിൻ്റെ അകത്ത് കിടന്ന് ഈ നട്ടുണ്ടല്ലോ, ഇത് നമുക്ക് ഊരിയെടുക്കാം. എന്നിട്ട് ഈ വാഷർ വരുന്ന ഭാഗം അടിയിലും അതേപോലെ മറ്റേത് മുകളിലാണ് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ പഴയതിൻ്റെ ഊരുവാണ്, അത് കണ്ടില്ലേ മൊത്തത്തിൽ ഷേക്ക് ആവുകയാണ്. അപ്പോൾ ഈ സൈഡിൽ കൂടെ എല്ലാം ലീക്കാണ് വരുന്നത്. ഇവിടെ എല്ലാം വെള്ളമായിരുന്നു. അങ്ങനെ നമുക്ക് കണ്ട് ഈ പഴയതിൻ്റെ ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്, ഇതിങ്ങനെ ഊരി അങ്ങ് കൈകൊണ്ട് ടൈറ്റ് ചെയ്ത് മാറ്റി. അത് മൊത്തം വേസ്റ്റാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ചെയ്യുക. കണ്ടില്ലേ മൊത്തം ഷേക്ക് ആയതുകൊണ്ട് ഇവിടെ എല്ലാം വെള്ളമായിരുന്നു. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഊരി എടുത്തിട്ട് വേണം നമുക്ക് അടുത്തത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളത് ഊരി എടുത്തിട്ടുണ്ട്. അതേപോലെ ഇത് ഒരു പൈപ്പിൻ്റെ അകത്താണ് കയറ്റിയിട്ട് നമുക്ക് അതൊന്ന് മാറ്റി ഒരു 4-2 റെഡ്യൂസറൊക്കെ വെച്ചിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ നമ്മളിത് ഇളക്കുന്ന കൂട്ടത്തിൽ ഈ സിങ്ക് ഉൾപ്പെടെ അങ്ങ് ഊരി വന്നു. നിങ്ങൾ കണ്ടില്ലേ ഈ സിങ്ക് ഇരുന്ന ഭാഗമാണിത്. ഒരു 15 കൊല്ലം പഴക്കമുണ്ട് ഇത് വെച്ചിട്ട് തന്നെ. പക്ഷേ ഇതിൻ്റെ മൂലയ്ക്ക് മാത്രമാണ്, അതായത് മൂലയോട് മൂല മാത്രമാണ് ഗ്രൗട്ട് വെച്ചത്. ഇതിൻ്റെ ബാക്ക് സൈഡെല്ലാം നിങ്ങൾ കണ്ടില്ലേ എന്തുമാത്രം വേസ്റ്റാണെന്ന് നോക്കണം. അപ്പോൾ ഇതിൽ നിന്നാണ് ഈ വെള്ളം ഇങ്ങനെ അവിടെ എല്ലാം വീണത് തന്നെ. ഇത് ഇത്രയും വർഷം ഇതെങ്ങനെ പിടിച്ചിരുന്ന യാതൊരു ഐഡിയയും ഇല്ല. അങ്ങനെ നമ്മളിതെടുത്ത് ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം ഇനി സെറ്റ് ചെയ്യാൻ ഇനി വേറെ ആരുമില്ല, നമ്മൾ വന്നും പോയി. ഇനി നമ്മൾ ഇതേ അളവിന് തന്നെ നമുക്കിനി ഗ്രൗട്ട് വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മാത്രമേ നമുക്ക് ഈ വേസ്റ്റ് കപ്ലിംഗ് നമുക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ അതിൻ്റെ ആ കപ്ലിംഗ് ഇടുന്ന ഭാഗം ഫുള്ള് നമ്മൾ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ അകത്ത്, അതായത് വേസ്റ്റ് കപ്ലിങ്ങിൻ്റെ അകത്ത് നമ്മൾ ഇതേപോലെ സിലിക്കോൺ നമ്മൾ കൊണ്ടുവന്ന ഒരു ട്യൂബ് ടൈപ്പ് സിലിക്കോണാണ്, അത് നമുക്ക് മേടിക്കാൻ കിട്ടും. ആ സിലിക്കോൺ അടിച്ച് നമ്മൾ എല്ലാത്തിലും വെച്ചിട്ട് ഇതാണ്ട് ഇതേപോലെ ഒന്ന് ഇറക്കി വെക്കുക. ഇറക്കി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്കടിയിൽ നേരത്തെ കാണിച്ചില്ലേ ആ വാഷറിൻ്റെ ആ നട്ട് നമുക്കിടുക. ഇട്ടിട്ട് ഇത് നമുക്ക് കൈ കൊണ്ട് തന്നെ ടൈറ്റ് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് നമ്മളാണ്ട് ഈ നട്ട് അതിൻ്റെ അകത്തോട്ട് ഇടുന്നു. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ വീട്ടിൽ ചെയ്യാനേ ഉള്ളൂ. ഇതുപോലെ ഒരു വേസ്റ്റ് കപ്ലിംഗ് മാറിയ പ്ലംബറെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇങ്ങനെ ഒന്ന് കറക്കി കൊടുത്താൽ മതി. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇതേപോലെ ഓവർ ടൈറ്റ് ചെയ്യാതെ കറക്കിയാൽ മതി. ഓവർ ടൈറ്റ് ചെയ്ത ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ത്രെഡിൻ്റെ ഭാഗം അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഓവർ ടൈറ്റ് വേണ്ട. നോർമലി ഉള്ള ടൈറ്റ്, ഒരു കൈ ടൈറ്റ് മാത്രം മതി. ആ വാഷർ കറക്റ്റായിട്ടൊന്ന് കയറി കിടക്കണമെന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഈ സിലിക്കോൺ തേച്ച ഭാഗങ്ങളൊന്ന് ക്ലിയർ ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് ഗ്യാപ്പ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഫില്ലാകാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊന്ന് കൈകൊണ്ട് തന്നെ ഫില്ല് ചെയ്യുന്നത്. അതിനോടൊപ്പം അതൊന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ തുടച്ചില്ലെങ്കിൽ അതിൽ പാട പോലെ ഇരിക്കും, പിന്നെ അത് വൃത്തികേടാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സിമെൻറ്റ് കൊണ്ട് ഗ്രൗട്ട് കൂട്ടുകയാണ്. ഇച്ചിരി ലൂസായിട്ട് ഗ്രൗട്ട് കൂട്ടിയിട്ട് വേണം, ഓവർ ലൂസ് പാടില്ല. ഇച്ചിരി ഒരു മയത്തിലൊരു ഇതാകണം. എന്നിട്ട് വേണം നമുക്കതൊന്ന് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രൗട്ട് കൂട്ടി ഇനി എല്ലാ സൈഡും, അതായത് ഇതിൻ്റെ എല്ലാ സൈഡും, നേരത്തെ എന്ന് പറഞ്ഞാൽ സൈഡ് മൂലയുടെ മൂലയേ ഉള്ളായിരുന്നു. പക്ഷേ ഈ വട്ടം നമ്മൾ എല്ലാ സൈഡും ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ ഇതേപോലെ എല്ലാ സൈഡും പറ്റിച്ചാൽ മാത്രമേ സിങ്ക് കറക്റ്റായിട്ട് പിടിച്ചിരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ സൈഡും ഇതേപോലെ തന്നെ നമ്മൾ ഇതേപോലെ ഗ്രൗട്ട് ഫില്ല് ചെയ്യണമെന്നുള്ളത്. ടൈൽ ഒട്ടിക്കുന്ന സമയത്ത് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇതിൻ്റെ കട്ടിങ്സും കുറവാണ്. ആ സമയത്ത് എന്താണോ എന്നറിയത്തില്ല, അതെന്തോ. അങ്ങനെ നമ്മൾ എല്ലാ സൈഡും നമ്മൾ ഗ്രൗട്ട് തേച്ചിട്ട് നമ്മൾ ഇതേപോലെ സിങ്ക് കറക്റ്റ് അളവിന് തന്നെ, അതായത് ആ മാർക്ക് ചെയ്ത അതേ അളവിന് തന്നെ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് ഇടിച്ച് ഒന്ന് ഇതാക്കണം. നമ്മൾ കൈകൊണ്ട് തന്നെയാണ് ഇടിച്ചൊന്ന് സെറ്റ് ചെയ്യുന്നത്. കാരണം ചുറ്റിയിലൊന്നുമില്ല, നമ്മൾ വേസ്റ്റ് കപ്ലിംഗ് മാറാൻ വേണ്ടി വന്നതല്ലയോ. അങ്ങനെ നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തൊരു വെയിറ്റും കൊടുത്ത് വെക്കണം. എങ്കിൽ മാത്രമേ അത് കറക്റ്റ് ബലത്തിൽ അത് ഇരിക്കത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അരയ്ക്കാൻ ഉപയോഗിക്കുന്ന കല്ലാണ്, അതായത് അരകല്ലിൻ്റെ കല്ലാണ് നമ്മൾ ഇതിൻ്റെ വെയിറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേപോലെ അന്നെങ്കിൽ മാത്രമേ കറക്റ്റ് ഇതൊന്ന് വെയിറ്റ് കൊണ്ട് താഴോട്ടൊന്ന് പ്രസ് ചെയ്തിരിക്കത്തുള്ളൂ. എങ്കിൽ മാത്രമേ അത് ടൈറ്റ് ആകത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഈ അരകല്ലിന് ഉപയോഗിക്കുന്ന ആ കല്ലെടുത്ത് നമ്മൾ വെച്ച് വെയിറ്റും വെച്ചിട്ട് നമ്മൾ വെച്ച ഗ്രൗട്ടെല്ലാം ആ സൈഡിൽ ഗ്യാപ്പ് ചെയ്തിട്ടാണ് തുടച്ചൊന്ന് ക്ലിയർ ചെയ്യുകയാണ്. ടൈലും കൂടെ ആയതുകൊണ്ട് സിമെൻറ്റ് വെച്ചേക്കാനും പാടില്ല. അതുകൊണ്ട് നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് തുടച്ച് കൊടുക്കുന്നുണ്ട്. ആ സൈഡെല്ലാം നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നീട് ലീക്ക് വരാത്ത രീതിയിൽ തന്നെയാണ് നമ്മളത് ഫില്ല് ചെയ്ത് ഇറക്കി വെച്ചേക്കുന്നത്. എല്ലാ സൈഡും കറക്റ്റായിട്ട് തന്നെ ഗ്രൗട്ട് ഇറങ്ങുന്ന രീതിയിൽ തന്നെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ ഈ സൈഡെല്ലാം നമ്മൾ കറക്റ്റ് ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് സൈഡ് നമ്മൾ ഇതുപോലെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഫ്രണ്ട് സൈഡിൽ കൂടെയൊക്കെ ആയിരുന്നു നേരത്തെ വെള്ളം പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ ആ സൈഡെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്ത് അതേപോലെ ഒരു വെയിറ്റും വെച്ചു. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത്
4:2 റെഡ്യൂസറാണ്. അതായത് ഈ പൈപ്പ് തന്നെ മുകളിലോട്ടല്ല വെച്ചത്, 4:2 റെഡ്യൂസറാണ് വെച്ചത്. അപ്പം പഴയ പൈപ്പ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ റെഡ്യൂസർ വെക്കുമ്പോൾ ഒരു ഗുണം എന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡിൽ കൂടെ വീഴുന്ന വെള്ളമായാലും വെളിയിൽ വീഴത്തില്ല. ഈ റെഡ്യൂസറിൽ കൂടെ തന്നെ നേരെ പൈപ്പിൻ്റെ അകത്ത് ഇറങ്ങും. കണ്ടില്ലേ, ഈ സൈഡിൽ കൂടെ വീഴുന്ന വെള്ളം തന്നെ അതിൻ്റെ അകത്തോട്ട് ഇറങ്ങി നേരെ പൈപ്പിൽ കൂടെ അങ്ങ് പോകും. അപ്പം നമ്മൾ ഡയറക്റ്റ് പൈപ്പ് കയറ്റുകയോ അല്ലെങ്കിൽ ഓസ് ഇടുകയോ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്ലോക്ക് വരാനോ അതേപോലെ അവിടെയൊക്കെ ലീക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് ലീക്ക് വന്നു കഴിഞ്ഞാൽ വെള്ളം താഴോട്ട് വീഴാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് 4:2 നമ്മൾ റെഡ്യൂസർ വെച്ച് കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചത്. അതും പഴയ പൈപ്പ് തന്നെയാണ്. നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ 4:2 റെഡ്യൂസർ വാങ്ങിക്കൊണ്ട് വന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ ഒന്ന് ക്ലിയർ ആക്കി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വേസ്റ്റ് കപ്ലിങ് മാറാൻ വേണ്ടി വന്ന നമ്മൾ ഇപ്പോൾ സിങ്ക് തന്നെ, അതായത് കിച്ചൺ സിങ്ക് തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരവസ്ഥ വന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ